ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു സോയ ചില്ലി മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് സോയ വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി തിളപ്പിക്കുക. സോയ സോഫ്റ്റ് ആവുന്നത് വരെ തിളപ്പിക്കണം. അതിനുശേഷം അതൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുത്ത് നന്നായി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് കുരുമുളക് പൊടിയും ഉപ്പും കുറച്ച് മസാലപ്പൊടിയും ചേർത്ത് അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാം. എന്നിട്ട് ഒന്ന് നന്നായി മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. സമയമുണ്ടെങ്കിൽ അത് 1 മണിക്കൂർ കൂടുതൽ വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് അതിൽ പെരിഞ്ജീരകം ആഡ് ചെയ്യുക. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നത് ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റുക. ഈ കറി നോൺ വെജ് ഉപയോഗിക്കുന്ന ആൾക്കാർ, നോൺ വെജ് മാത്രം കഴിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഇത് നന്നായിരിക്കും. അവർ നല്ല സ്വാദോടെ കഴിക്കും. അതിനുശേഷം കുറച്ച് സവാളയും ചേർത്ത് നന്നായി വഴറ്റുക. സവാള നന്നായി മൂക്കുന്നതിനായി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിനുശേഷം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കുറച്ച് നന്നായി ഒരു ഷേപ്പിൽ മുറിച്ച് അതിനകത്തേക്ക് ഇടുക. വേവുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു വച്ച് വേവിക്കുക. അതിനുശേഷം തക്കാളി ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് നന്നായി വഴറ്റുക. പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഡിഷായിരിക്കും കേട്ടോ. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണേ. കുട്ടികൾക്ക് ലഞ്ചിൻ്റെ കൂടെ കൊടുത്തയക്കാനും എല്ലാം നല്ലതായിരിക്കും. അവർ ഫുഡ് ഫുൾ കഴിച്ചിട്ടേ വരുള്ളൂ. അങ്ങനെ പ്രോബ്ലമുള്ള എല്ലാ വീട്ടുകാർക്കും നല്ല ഉപകാരപ്പെടും. അത് നന്നായി വേവുന്നതിന് വേണ്ടി കുറച്ച് വെള്ളം ചേർക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച സോയ അതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. സോയാ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ നന്നായിരിക്കും. ഒരു പുളി കിട്ടും, പിന്നെ നല്ല കളറും കിട്ടും. പിന്നെ കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി അതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ടാണ്. അതില്ലെന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് കലക്കി ആഡ് ചെയ്താലും മതി. അതിനുശേഷം കുറച്ച് മല്ലിയില തൂവി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം കുറച്ച് കുരുമുളക് ആഡ് ചെയ്യുക. ഞാൻ എരിവിന് വേണ്ടി മുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് സ്പൈസ് കൂടുതൽ വേണമെങ്കിൽ മുളക് ആഡ് ചെയ്യാം. താങ്ക്